നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ചേർപ്പ് ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി MG ഷാജി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 15-16 വാർഡുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണപ്പുടവകൾ സമ്മാനിച്ച ചടങ്ങിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പാലശ്ശേരി തേവർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഇല്ലനിറ ഭക്തി നിർഭരം. ഈ മാസം 30-ന് ഞായറാഴ്ചയാണ് തൃപ്പുത്തരി ചടങ്ങ്. ചേർപ്പ് പാറക്കോവിൽ വീട്ടുമുറ്റത്തെ കിണറിൽ നിന്ന് തിരയടി ശബ്ദം ഉയർന്നത് ആശങ്കയ്ക്കിടയാക്കി. സംഭവത്തിന് പിന്നാലെ കിണർ വെള്ളത്തിന് നീല നിറം. വാർത്തകൾ വിശദമായി. ചേർപ്പ് ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി MG ഷാജി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. മാനവികതയുടെയും മതസൗഹാർദ്ദത്തിന്റെയും ഉത്സവങ്ങളിലൊന്നാണ് ഓണം. എല്ലാ ജാതിമത ഭേദമെന്നിങ്ങനെ എല്ലാവരും ഈ ഓണം ആഘോഷിക്കുന്നു. ഈ വേളയിൽ ഓണാഘോഷം, ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഒന്ന് രണ്ടുപേരും പാട്ട് പാടിക്കൊണ്ട് ഞാൻ ഈ ഓണം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഓണം വന്നിട്ടും ഉണ്ണി പിറന്നിട്ടും കോരനെ കുമ്പിളി കഞ്ഞി, പൂരം വന്നിട്ടും പിറന്നാള് വന്നിട്ടും കോരനെ കുമ്പിളി കഞ്ഞി. ചേർപ്പ് CI മനോജ്, SI അമൽ ജോൺ, വലപ്പാട് SI മൗഷ്മി, ജനമൈത്രി കോർഡിനേറ്റർ പ്രദീപ് വലിയങ്ങോട്ട്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയലത പ്രസാദ്, CPO ശ്രീനാഥ്, അഭിലാഷ് മൂലകറ്റിൽ, രഞ്ജീഷ്, VR നിഷാദ്, KM ഗീത, ജയന്തി നാരായണൻ എന്നിവർ സംസാരിച്ചു. നന്നായി ചെറുപ്പമാണ്, പരിചയക്കുറവുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. ഇതേ ഒരു ഉത്സാഹം ഇനി തുടർന്ന് എൻ്റെ കൂടെ വേണം. ഒരു ഭീകരണമൊന്നുമല്ല, ഉള്ള സമയം കൊണ്ട് മനസ്സിലായിട്ടുണ്ടോ. അപ്പോൾ എല്ലാവർക്കും, കുടുംബങ്ങൾക്കും വന്ന ജനമൈത്രി ടീമും ഭയങ്കര സ്നേഹത്തോടെ തന്നെ വരവേറ്റത് എല്ലാവർക്കും ഓണാശം. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 15-16 വാർഡുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണപ്പുടവകൾ സമ്മാനിച്ച ചടങ്ങിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേന, കുടുംബശ്രീ, ആശാപ്രവർത്തകർ, അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ എന്നിവരെ ഉൾപ്പെടുത്തിയായിരുന്നു ഓണാഘോഷം. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയ് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ മുഖ്യാതിഥിയായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രശ്മി ബൈജു, മുൻ മെമ്പർമാരായ ഇന്ദിര ജയകുമാർ, വിജയലക്ഷ്മി, രാമകൃഷ്ണൻ, കുടുംബശ്രീ CDS മെമ്പർ ധനീഷ, ശ്രീകല, തൊഴിലുറപ്പ് കോർഡിനേറ്റർമാരായ ധന്യ, റീജ എന്നിവർ സംസാരിച്ചു. ഓണപ്പുടവകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. മലയാളികളുടെ പുതുവത്സരം ആഘോഷിച്ചുകൊണ്ട് എല്ലാവർക്കും ആഘോഷത്തിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമുക്കറിയാം, മാനവിക പ്രകൃതിയും അതേപോലെ തന്നെ സമത്വവും
ശാന്തതയും കാഴ്ചപ്പാടോടുകൂടി ഓണത്തെ വരവേൽക്കൊണ്ടിരിക്കുകയാണ്. ആ ഓണത്തെ വരവേൽക്കുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത്, പാലശ്ശേരി പ്രദേശത്ത്, പാലക്കൽ പ്രദേശത്ത് ആ ഓണത്തിന്റെ ഒരു പ്രതീതി വരുത്തിക്കാനുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത്. ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിന് പ്രിയമായിട്ട് വാർഡിൽ നമുക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ഉണ്ടാകും. ആ ജനപ്രതിനിധിയേക്കാൾ ഉപരിയായിട്ട് ആ വാർഡിന്റെ സമസ്ത മേഖല പ്രവർത്തിക്കുന്ന വിഭാഗമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ. അതേപോലെ തന്നെ ആശാപ്രവർത്തകർ, അതേപോലെ തന്നെ അംഗൻവാടി പ്രവർത്തകർ, അതേപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകർ. അത്തരത്തിലുള്ള എല്ലാവരും നമ്മുടെ പഞ്ചായത്തിന്റെ സമസ്ത മേഖല ഓരോ വീടുകളിലും അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള വ്യക്തികളാണ്. ഒരു പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിയേക്കാൾ ഉപരിയായിട്ട് സ്നേഹമുള്ള ജനങ്ങളായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള വ്യക്തിത്വങ്ങളാണ് ഓരോരുത്തരും. പാലശ്ശേരി ദേവശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഇല്ലംനിറ ഭക്തി നിർഭരം. ഈ മാസം 30 ഞായറാഴ്ചയാണ് തൃപ്പുത്തരി ചടങ്ങ്. ചൊവ്വാഴ്ച രാവിലെ 8:30 ഇല്ലംനിറ ചടങ്ങിന് തുടക്കമായി. ഇളങ്ങല്ലൂർ നീലകണ്ഠൻ നമ്പൂതിരിയുടെ മകൻ അപ്പു തിരുമേനി മുഖ്യ കാർമ്മികനായി. നെൽക്കതിരുകൾ ശിരസിലേറ്റിയുള്ള പ്രദക്ഷിണത്തിന് കുത്തുവിളക്കും ശംഖനാദവും അകമ്പടിയൊരുക്കി. തുടർന്ന് അണിഞ്ഞ പലകയിൽ ആൽ, നെല്ലി തുടങ്ങിയ തളിരുകളും ദശപുഷ്പങ്ങളും നിരത്തി ഇതിനു മുകളിൽ നിറകതിരുകൾ വെച്ചു. ഇതിലേക്ക് വിഷ്ണു ഭഗവാനെയും ലക്ഷ്മീദേവിയെയും ആവാഹിച്ച് പൂജ നൽകി. തുടർന്ന് പൂജിച്ച കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. ഈ മാസം 30 ഞായറാഴ്ച രാവിലെ 8:30 തൃപ്പുത്തരി ചടങ്ങ് നടക്കും. പുതിയ നെൽക്കതിരിൽ നിന്നുള്ള അരി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പാൽപ്പായസം ഭഗവാന് നിവേദിക്കുന്നതാണ് തൃപ്പുത്തരി ചടങ്ങ്. ചേർപ്പ് പാറക്കോവിൽ വീട്ടുമുറ്റത്തെ കിണറിൽ നിന്ന് തിരയടി ശബ്ദമുയർന്നത് ആശങ്കയ്ക്കിടയാക്കി. സംഭവത്തിന് പിന്നാലെ കിണർ വെള്ളത്തിന് നീല നിറം. സാമൂഹ്യ പ്രവർത്തകൻ പ്രദീപ് വലിയങ്കോട്ടിലിന്റെ പാറക്കോവിലുള്ള വീട്ടുകിണറ്റിലാണ് തിരയടി ശബ്ദം കേട്ടത്. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. തിരയടിക്കുന്നതിന് സമാനമെന്നോണം വലിയ ശബ്ദത്തിൽ തിരയടി ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. 50 വർഷത്തോളം പഴക്കമുള്ളതാണ് കിണർ. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ വീട്ടുകാർ നടത്തിയ പരിശോധനയിൽ കിണറ്റിൽ വലിയ മാറ്റങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് രാവിലെ നോക്കിയപ്പോഴാണ് കിണർ വെള്ളത്തിന് നീലനിറം വന്നതായി കണ്ടതെന്ന് പ്രദീപ് വലിയങ്കോട്ട് പറയുന്നു. മുൻപ് മാവൂർ, താമരശ്ശേരി, തൃശൂർ, വരവൂർ എന്നിവിടങ്ങളിൽ സമാനമായ രീതിയിൽ കിണറുകളിൽ വെള്ളം തിരിയടിക്കുന്ന ശബ്ദവും നിറമാറ്റവും ഉണ്ടായ വാർത്തകൾ പുറത്തുവന്നിരുന്നു. ചേനം നിറവ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് PP അജയൻ, സെക്രട്ടറി KK ഷംസു, ട്രഷറർ ഷാജിദ ഗോപിനാഥ്, രക്ഷാധികാരി VS നജീബ് എന്നിവർ ഓണാശംസകൾ നേർന്നു. ഓണാഘോഷത്തിന്റെ ഭാഗമായി തിരുവാതിരക്കളി, ഡാൻസ്, ഗാനാലാപനം എന്നിവ ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. അവണിശ്ശേരി എഴുത്തച്ഛൻ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ 34ാം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. യോഗത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ക്ഷീര കർഷകർക്കുള്ള ആദരവും നടന്നു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. സമാജം പ്രസിഡന്റ് MG മുരളി അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PN സുനിൽകുമാർ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. 10ാം വാർഡ് മെമ്പർ സനൂപ് കറുകയിൽ ക്ഷീരകർഷകരെ ആദരിച്ചു. സമാജം ട്രഷറർ ദിവ്യ മുരളി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സമാജം സെക്രട്ടറി KK ശശികുമാർ, VK ശശിധരൻ, സുമതി, MR അഖിൽ, MA ശങ്കരനാരായണൻ, MK നന്ദകുമാർ, സമാജം വൈസ് പ്രസിഡന്റ് MR രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച അക്ഷര ശ്ലോകം, തിരുവാതിരക്കളി, നൃത്തങ്ങൾ ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പള്ളിപ്പുറം അകമ്പാടം പടവിൽ കൃഷി ഇറക്കുന്നതിന് മുന്നോടിയായി പൊഴുതുമാട്ടം ചടങ്ങ് നടന്നു. ചൊവ്വാഴ്ച രാവിലെ 8:30-നും 9:30-നും മധ്യേയായിരുന്നു ചടങ്ങ്. പള്ളിപ്പുറം അകമ്പാടം പടവ് കമ്മിറ്റി പ്രസിഡന്റ് വർഗീസ് ആലപ്പാടൻ പൊഴുതുമാട്ടം ചടങ്ങിൽ അധ്യക്ഷനായി. പടവ് കമ്മിറ്റി സെക്രട്ടറി സുധീർ അയ്യപ്പത്ത്, കമ്മിറ്റി അംഗങ്ങളായ സുനിൽകുമാർ പിരാരത്ത്, ശങ്കരനാരായണൻ വെള്ളാട്ടുപറമ്പിൽ, രാമദാസൻ വെള്ളിയാട്ട്, മോഹനൻ ചക്കാലപ്പറമ്പിൽ, ശശിധരൻ വെള്ളിയാട്ടെ, വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു. ഒല്ലൂരിലെ അതിരൂപത തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ ഏവുപ്രാസമ്മയുടെ 20ാമത് തിരുനാൾ ആഘോഷത്തിന് വ്യാഴാഴ്ച കൊടിയേറും. ഈ മാസം 20 മുതൽ 29 വരെയാണ് തിരുനാൾ ആഘോഷമെന്ന് തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ജോയ് ചിറ്റ്ലപ്പള്ളി, സെക്രട്ടറി സിസ്റ്റർ റാണി ജോർജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
20 വ്യാഴാഴ്ച വൈകിട്ട് 5 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ ആഘോഷത്തിന് കൊടിയേറും. തീർത്ഥകേന്ദ്രം ചെയർമാനും അതിരൂപത വികാരി ജനറാളുമായ ജെയ്സൺ കൂനംപ്ലാക്കൽ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. 28 വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 11 വൈകിട്ട് 3 5 നവനാൾ തിരുകർമ്മങ്ങൾ നടക്കും. തിരുനാൾ ദിവസമായ 29 ശനിയാഴ്ച രാവിലെ 7 പാട്ടുകുർബാന, നൊവേന, ഊട്ടുനേർച്ച, വെഞ്ചരിപ്പ് എന്നിവയ്ക്ക് ഒല്ലൂർ സെയിന്റ് ആന്റണീസ് ഫൊറാനപ്പള്ളി വികാരി ഫാദർ വർഗീസ് കുത്തൂർ മുഖ്യ കാർമ്മികനാകും. വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കും. തുടർന്ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് മെൽബൺ രൂപത ബിഷപ്പ് എമിരിറ്റസ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികനാകും. ഫാദർ മാർട്ടിൻ കല്ലുങ്ങൽ, ഫാദർ എഡ്വിൻ ജോർജ് എന്നിവർ തിരുനാൾ സന്ദേശം നൽകും. തിരുനാൾ കുർബാനയ്ക്ക് ശേഷം തീർത്ഥകേന്ദ്രത്തിൽ നിന്ന് ഒല്ലൂർ മേരിമാതാ പള്ളിയിലേക്ക് ജപമാല പ്രദക്ഷിണം നടക്കും. തിരുനാൾ ദിവസം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 വരെ 50,000-ഓളം പേർക്കാണ് ഊട്ടുനേർച്ച വിതരണം ചെയ്യുക. ജനറൽ കൺവീനർ ടാജ് ആന്റണി, പബ്ലിസിറ്റി കൺവീനർ ഡേവിസ് കൊള്ളന്നൂർ, ഡിവിഷൻ കൌൺസിലർ പോളി ജോസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 9-ാം തീയതി ഈ കഴിഞ്ഞ 16-ാം തീയതി വിശുദ്ധിയുടെ തീർത്ഥ കേന്ദ്രത്തിന്റെ ആരംഭം കുറിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ മാമോദീസ സ്വീകരിച്ച എടത്തുരുത്തി പള്ളിയിൽ നിന്ന് പതാക സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് അഭിമന്യ മാർ ടോണി നീലങ്കാവിൽ പിതാവ് ഇതിലെ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് തിരുനാളിൻ്റെ അടുത്ത ഒരുക്കങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിർവഹിച്ചിരിക്കുകയാണ്. ഇനി ഈ വരുന്ന 20-ാം തീയതി മുതലാണ് നവനാള് ആരംഭിക്കുന്നത്. ഉച്ചതിരിഞ്ഞ് 5 മണിക്കാണ് നവനാള് ആഘോഷമായ തിരുക്കർമ്മങ്ങൾ എല്ലാ ദിവസങ്ങളിലും ഉണ്ടായിരിക്കുക. തിരുനാൾ കൊടിയേറ്റ് നടത്തുന്നത് തൃശ്ശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ അച്ഛനാണ്. എല്ലാ ദിവസങ്ങളിലും 11 മണിക്കും അതുപോലെ തന്നെ 3 മണിക്കും ആഘോഷമായ കുർബാന 5 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. വിവിധ ഇടവകളിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നുമൊക്കെയായി പല രൂപതകളിൽ നിന്നുമൊക്കെയായി ഒത്തിരിയേറെ ഭക്തജനങ്ങൾ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനായിട്ട് വാഹനങ്ങളോടുകൂടെ അവരുടെ വികാരിച്ചമ്മയോട് കൂടെയൊക്കെ ഇവിടെ എത്തിച്ചേരുന്ന ദിനങ്ങളാണ് ഈ നവനാൾ ദിനങ്ങൾ എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വൈവിധ്യമാർന്ന സ്വാതേറും വിഭവങ്ങളാൽ മനം നിറച്ച ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ മെഗാ ഓണസദ്യ. ബികോം ഫിനാൻസ് വിഭാഗത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുക്കിയ ഓണസദ്യയിൽ വിളമ്പിയത് 412 വിഭവങ്ങൾ. കഴിഞ്ഞ 11 വർഷമായി തുടരുകയാണ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നുള്ള മെഗാ ഓണസദ്യ. ക്രൈസ്റ്റ് കോളേജ് ബികോം ഫിനാൻസ് സ്വാശ്രയ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് മെഗാ ഓണസദ്യ ഒരുക്കിയത്. തോമസ് ഉണ്ണിയാടൻ MLA, മണപ്പുറം ഫിനാൻസ് CEO VP നന്ദകുമാർ എന്നിവർ ചേർന്ന് മെഗാ ഓണസദ്യ ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്ക പറമ്പിൽ അനുഗ്രഹ സന്ദേശം നൽകി. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോളി ആൻഡ്രൂസ്, ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോൺ പാലിക്കര, ക്രൈസ്റ്റ് കോളേജ് അലുമിനി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജെയ്സൺ പരേക്കാടൻ എന്നിവർ ഓണാശംസകൾ നേർന്നു. കാഴ്ച പരിമിതി മറികടന്ന 2025-ലെ UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 109-ാം റാങ്ക് നേടിയ മുൻ അധ്യാപകൻ അജയ് R. രാജനെ ചടങ്ങിൽ ആദരിച്ചു. സെൽഫ് ഫിനാൻസിംഗ് ഡയറക്ടർ ഫാദർ വിൽസൺ തറയിൽ, സെൽഫ് ഫിനാൻസിംഗ് കോർഡിനേറ്റർ ഡോക്ടർ T. വിവേകാനന്ദൻ, HR കോർഡിനേറ്റർ ഷീബ വോഗീസ് എന്നിവർ സംസാരിച്ചു. തൂഷ്യനിലയിൽ ചോറിനൊപ്പം സാമ്പാർ, അവിയൽ, കാളൻ, നെയ്യ് എന്നിവയടക്കം 412 കേരളീയ പാരമ്പര്യ രുചികളാൽ സമൃദ്ധമായിരുന്നു ഓണസദ്യ. 57 തരം മധുരപലഹാരങ്ങൾ, 61 തരം അച്ചാറുകൾ, 50 തരം ചമ്മന്തികൾ, 47 തരം വറുത്ത വിഭവങ്ങൾ, 20 തരം സാലഡുകൾ, 71 തരം തോരൻ വിഭവങ്ങൾ, 42 തരം കൂട്ടുകറികൾ, 21 തരം പ്രധാന കറികൾ, 39 തരം പായസങ്ങൾ എന്നിവയും ഉൾപ്പെട്ടതായിരുന്നു മെഗാ ഓണസദ്യ. വിദ്യാർത്ഥികൾ തങ്ങളുടെ വീടുകളിൽ തയ്യാറാക്കിയ വിഭവങ്ങളാണ് ഓണസദ്യയിൽ ഉൾപ്പെടുത്തിയതെന്ന് മെഗാ ഓണസദ്യ കോർഡിനേറ്ററും ബികോം ഫിനാൻസ് അൺഎയ്ഡഡ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ CLCG പറഞ്ഞു. സ്റ്റുഡന്റ് കോർഡിനേറ്റർമാരായ OA നിരഞ്ജൻ, അഷിക ഡേവിസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മെഗാ ഓണസദ്യയുടെ ഏകോപനം. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, അലുമിനി പ്രതിനിധികൾ തുടങ്ങിയവർ ഓണസദ്യയിൽ പങ്കുചേർന്നു. 2016-ൽ തുടങ്ങിയ മെഗാ ഓണസദ്യ പ്രളയം, കോവിഡ് കാലങ്ങളിൽ മാത്രമാണ് നടത്താതിരുന്നത്. കഴിഞ്ഞ വർഷം 325 വിഭവങ്ങളോടെ ഒരുക്കിയ മെഗാ ഓണസദ്യ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരുന്നു. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് മെഗാ സദ്യ 2026 ഇന്ന് ഉച്ചയ്ക്ക് 11:45 ഇനാഗുറേഷൻ ചെയ്തു. നമ്മൾ ആദ്യമായി ഇങ്ങനൊരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് 2016-ലാണ്. അൽനിഷാൽ എന്നുള്ള സാറിൻ്റെ നാമത്തിലാണ് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം പിന്നെ 2017-ൽ പിന്നെ പ്രളയം വന്ന സമയത്ത് നമ്മളിത് ചെയ്തിരുന്നില്ല.
പാൻഡമിക് സമയത്തും നമ്മളിത് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ 2022 വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം നമ്മൾ 325 വിഭവങ്ങളുമായിട്ടാണ് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് റിന്യൂ ചെയ്തത്. ഈ വർഷം നമ്മൾ 412 ഐറ്റങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. കുട്ടികളുടെ വീടുകളിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഐറ്റംസ് ആണ്. കുട്ടികളുടെയും ടീച്ചർമാരുടെയും സഹകരണത്തോടെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ആലപ്പാട് പള്ളിപ്പുറം റോഡിൽ ചരക്ക് ലോറി ചെളി നിറഞ്ഞ റോഡരികിൽ താഴ്ന്നു. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. ആലപ്പാട് പള്ളിപ്പുറം റോഡിൽ കുണ്ടോളിക്കടവ് ജംഗ്ഷന് സമീപം ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സംഭവം. വീട് നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ നിറച്ച ലോറിയാണ് മഴയിൽ ചെളി രൂപപ്പെട്ട റോഡരികിൽ താഴ്ന്നത്. കുണ്ടോളിക്കടവ് ജംഗ്ഷന് സമീപത്തെ ഇടവഴിയിലേക്ക് തിരിക്കുന്നതിനിടെ ചരക്ക് ലോറി ചെളിയിൽ താഴുകയായിരുന്നു. ആലപ്പാട് പള്ളിപ്പുറം റോഡിന് കുറുകെ കിടക്കുന്ന സ്ഥിതിയിലായിരുന്നു ലോറി. ഇതോടെ ആലപ്പാട് പള്ളിപ്പുറം തൃശൂർ വഴിയുള്ള ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. പിന്നീട് ഏറെ പ്രയത്നത്തിനൊടുവിൽ ലോറി മാറ്റിയതോടെയാണ് ഗതാഗത തടസ്സം ഒഴിവായത്. വാടാനപ്പള്ളിയിൽ KSEB ജീവനക്കാരെ ഓഫീസിൽ കയറി മർദ്ദിച്ചതിനെതിരെ പ്രതിഷേധ സമരം. KSEBയിലെ വിവിധ യൂണിയൻ ജീവനക്കാരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. KSEB ജീവനക്കാരെ ആക്രമിക്കുകയും കൃത്യനിർവഹണത്തിൽ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ തക്കതായ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. KSEBയിലെ വിവിധ യൂണിയനുകളിൽപ്പെടുന്ന ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് വാടാനപ്പള്ളി സെന്ററിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി K. അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. KSEB INTUC സംസ്ഥാന കമ്മിറ്റി അംഗം ആൻഡോ അധ്യക്ഷനായി. KSEB വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം രഞ്ജിത്ത, KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം K. മനോജ്, കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ബിജു, KSEB വാടാനപ്പള്ളി വർക്കേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് സെക്രട്ടറി KS രാജേഷ് എന്നിവർ സംസാരിച്ചു. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് KSEB വാടാനപ്പള്ളി ഓഫീസിൽ ജീവനക്കാർക്ക് നേരെ മർദ്ദനമുണ്ടായത്. രാത്രി 11:30 KSEB ഓഫീസിലെത്തിയ വാടാനപ്പള്ളി സ്വദേശിയാണ് മർദ്ദിച്ചത്. രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ അസഭ്യം പറഞ്ഞ് കയ്യേറ്റം ചെയ്ത ഇയാൾ മൊബൈൽ ഫോൺ വലിച്ചെറിയുകയും ചെയ്തുവെന്നാണ് പരാതി. സംഭവത്തിൽ വാടാനപ്പള്ളി പോലീസിനാണ് പരാതി നൽകിയിരിക്കുന്നത്. ഓട്ടോറിക്ഷ ചാർജ് മിനിമം 50 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് ഓൾ കേരള സ്വതന്ത്ര ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ HMS ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഈ ആവശ്യം മുൻനിർത്തി സെപ്റ്റംബർ മുതൽ പ്രത്യക്ഷ സമരം നടത്താനും സമ്മേളനം തീരുമാനിച്ചു. വാടാനപ്പള്ളി നോവ കോളേജിലായിരുന്നു സമ്മേളനം. HMS ജില്ലാ ജനറൽ സെക്രട്ടറി KS ജോഷി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം PM അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. പ്രസിഡന്റ് PM അബ്ദുൽ ഖാദർ, സെക്രട്ടറി ID മനോജ്, ജോയിന്റ് സെക്രട്ടറി TL ദാസ്, വൈസ് പ്രസിഡന്റ് CT ജോയ് മുണ്ടൂർ, ട്രഷറർ ചന്ദ്രൻ പെരുമ്പുള്ളി എന്നിവരെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായി സമ്മേളനം തെരഞ്ഞെടുത്തു. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന സമ്മേളനം സെപ്റ്റംബറിൽ തൃശൂരിൽ നടക്കും. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ മേഖലകളിൽ യോഗങ്ങൾ നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ചേർപ്പ് ആറാട്ടുപുഴ മേഖലയിൽ പൊതുയോഗം സംഘടിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ്. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചേർപ്പ് ആറാട്ടുപുഴ മേഖലയിലുള്ള മുഴുവൻ പ്രവർത്തകരും സെൻട്രൽ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറിയായ ഗണേശനുമായി ബന്ധപ്പെടണമെന്ന് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി A. കുമാരൻ അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,290 രൂപ, പവന് 1,14,320 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർപ്പ് ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട DYSP MG ഷാജി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 15-16 വാർഡുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണപ്പുടവകൾ സമ്മാനിച്ച ചടങ്ങിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പാലിശ്ശേരി തേവ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഇല്ലനിറ ഭക്തി നിർഭരം. ഈ മാസം 30 ഞായറാഴ്ചയാണ് തൃപ്പുത്തരി ചടങ്ങ്. ചേർപ്പ് പാറക്കോവിൽ വീട്ടുമുറ്റത്തെ കിണറിൽ നിന്ന് തിരയടി ശബ്ദം ഉയർന്നത് ആശങ്കയ്ക്കിടയാക്കി. സംഭവത്തിന് പിന്നാലെ കിണർ വെള്ളത്തിന് നീല നിറം.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.